പുതിയ സിനിമയായ മാർക്കോയിലൂടെ ഇന്ത്യ ഒട്ടാകെ ആരാധകരെ നേടിയെടുത്തിരിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ. താരമിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അമ്മ ട്രഷറർ സ്ഥാനത്തു നിന്നും താൻ ഒഴിയുകയാണ് എന്നാണ് ഉണ്ണിമുകുന്ദൻ പറയുന്നത്. തൻ്റെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നതിനാലാണ് ഈ തീരുമാനമെന്നാണ് ഉണ്ണിമുകുന്ദൻ പറയുന്നത്. എന്നെ സംബന്ധിച്ച് ആവേശകരമായ അനുഭവമായിരുന്നു അമ്മയിലെ ഭാരവാഹിത്വം. ഞാനത് ആസ്വദിച്ചിട്ടുമുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സിനിമകളുടെ തിരക്ക് കൂടി, പ്രത്യേകിച്ചും മാർക്കോ, ഒപ്പം മറ്റ് സിനിമകളുടെയും തിരക്ക്. ഇതെൻ്റെ മാനസിക രോഗത്തെ സ്വാധീനിക്കുന്നുണ്ട്. പ്രൊഫഷണൽ ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്കിടെ സംഘടനയിലെ ഉത്തരവാദിത്തം കൂടി നിറവേറ്റുക പ്രയാസകരമായിരിക്കും. എൻ്റെയും കുടുംബത്തിൻ്റെയും സൗഖ്യം ഉറപ്പാക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. സംഘടന എന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ എൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ജോലി സംബന്ധമായ തിരക്കുകൾ കാരണം മുന്നോട്ട് അത് അസാധ്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഹൃദയഭാരത്തോടെയാണ് ഞാൻ രാജിക്കത്ത് നൽകിയത്. ഭാരവാഹിത്വത്തിലെ കാലയളവിൽ എനിക്ക് ലഭിച്ച പിന്തുണയ്ക്കും വിശ്വാസത്തിനും ഞാൻ ഏറെ നന്ദിയുള്ളവനാണ്. ഈ സ്ഥാനത്തേക്ക് എത്തുന്നയാൾക്ക് എല്ലാവിധ ആശംസകളും രാജിവിവരം അറിയിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ കുറിപ്പിൽ ഉണ്ണിമുകുന്ദൻ കുറിച്ചു. കഴിഞ്ഞ വർഷം ആദ്യം അമ്മയിലെ നിരവധി പുരുഷ നടന്മാർക്കെതിരെ വനിതാ അഭിനേതാക്കൾ ഉന്നയിച്ച ലൈംഗികാതിക്രമ ആരോപണങ്ങൾ പ്രതിഷേധത്തെ തുടർന്ന് അതിൻ്റെ ഭാരവാഹികൾ കൂട്ടത്തോടെ രാജിവെച്ചിരുന്നു. ജോലിസ്ഥലത്തെ പീഡനങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്ന ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ സംവിധായകൻ രഞ്ജിത്ത്, നടന്മാരായ സിദ്ദിഖ്, മുകേഷ്, ഇടവേള ബാബു എന്നിവരുൾപ്പെടെയുള്ള മലയാള സിനിമയിലെ അറിയപ്പെടുന്ന ചില മുഖങ്ങൾക്കെതിരെ ലൈംഗിക ആരോപണവുമായി നിരവധി സ്ത്രീ താരങ്ങൾ രംഗത്തെത്തിയിരുന്നു. അസോസിയേഷൻ പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന മോഹൻലാൽ പോലും രാജി പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ഉണ്ണിമുകുന്ദൻ്റെ അവസാന ചിത്രമായ മാർക്കോ ഡിസംബർ 20 തിയേറ്ററുകൾ റിലീസ് ചെയ്യുകയും ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടുകയും ചെയ്തിരുന്നു.